കിലോ 1000 രൂപ വിലയ്ക്ക് ഓർത്തന്നെ പഴം വയ്ക്കുന്നു. അപ്പൊ ഇത് അപൂർവമായിട്ട് ഇത് ഉള്ളൂ. ജോസിയേട്ടാ, ഈ കയറ്റി ഉണ്ടാക്കുന്ന എന്നാ ചെടിയാ? ഇത് ഒരുതരം പാവലാണ്, ഗാഗ് എന്നാണ് പറയുന്നത്. ഗാഗ്. ഗാഗ്? അതെ. ആ, ഇത് എവിടുന്നാ കൊണ്ടുവന്നേ? എനിക്ക് തൊഴിലുറവികളാണ്. അതെയോ? ഇതിന്റെ ഔഷധ ഗുണം തന്നെ? ഇത് ആദ്യത്തെ ഈ കായ ഉണ്ടാവും, ആദ്യത്തെ ഒരു 15 ദിവസം പറിച്ചാൽ പാവയ്ക്ക പോലെ കറി വെക്കാം. 15 ദിവസത്തിനുള്ളിൽ കായ ഉണ്ടാക്കി കഴിഞ്ഞാൽ പറിച്ചാൽ പാവയ്ക്ക പോലെ കറി വെക്കാം. അതെ. അപ്പോൾ പാവയ്ക്ക ഏതെല്ലാം രീതി കറിയോ ആ രീതിയിലെല്ലാം കറി വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വിളവായാലോ? അത് കഴിഞ്ഞാൽ പിന്നെ തന്നെ വിത്ത് എടുക്കാം. പിന്നെ ഇതിനകത്തൊരു സിറപ്പുണ്ട്. സിറപ്പ്? അതെ. അത് സംഗതി ഭയങ്കര ഔഷധമൂല്യം ഉണ്ട് എന്നും പറഞ്ഞ് ഓരോരുത്തന്മാരെ കിലോ 1000 രൂപ വരെ വിലയ്ക്കാണ് ഇതിന്റെ പഴം വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് 1000 രൂപയ്ക്കാണ് വിൽക്കുന്നത്? കിലോയ്ക്ക് 1000 രൂപ. 1000 രൂപ? അതെ, കിലോയ്ക്ക്. ഇതിന് മാർക്കറ്റ് എവിടെയാ? എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ ഓർത്തന്മാർക്ക് ഇങ്ങനെ ഉണ്ട് എന്നും പറഞ്ഞ സംഗതി ഓരോ ബ്ലോഗർമാർ അടിച്ചിറക്കുമ്പോൾ ആൾക്കാരടത്ത് ഇത് മേടിച്ചോളൂ. ഇത് എന്ത് രോഗത്തിനായി ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്? അത് ക്യാൻസറിനെ പ്രതിരോധിക്കും എന്നാണ് സംഗതി ചില അവകാശപ്പെടുന്നത്. ക്യാൻസർ? അതെ. അപ്പോൾ ഒരു നല്ല ഔഷധമാണല്ലോ. ഈ ചെടിയിൽ ഒരു കായ കണ്ടുള്ളൂ? വേറെ കായകളുണ്ട്, ഇഷ്ടം പോലെ കായകളുണ്ട്. ഉണ്ടല്ലേ? കിടക്കുന്നു. ഇവിടെ കിടപ്പുണ്ടല്ലോ. ഇതാ ജോലി ഇവിടെ പലതുണ്ട്. ഈ പഴം അങ്ങപ്പുറം കിടപ്പുണ്ട്. പൂത്തിട്ടുണ്ട്. അതെ, പൂവുണ്ട്. തൈ എടുക്കുന്നത് എങ്ങനെയാ? കായ മുളപ്പിക്കുവാണോ? അതിന്റെ കായ എടുത്ത് മുളപ്പിക്കണം. അതല്ലേ പിന്നെ തണ്ട് കുറിച്ചിട്ടാലും മതി. തണ്ട് കുറിച്ചിട്ടാ ഉണ്ടാവുമോ? ഉണ്ടാവും. ഈ ചെടിയുടെ പ്രത്യേകത ഇത് പരാഗണം നടത്തി കൊടുത്താലേ ഇതേലെ ഫലങ്ങളുണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. ആൺചെടിയും പെൺചെടിയും ഉണ്ട്. പെൺപൂവാ? അതെ, ആൺപൂവും പെൺപൂക്കളും ഉണ്ട്. ഈ പൂക്കൾ കണ്ടാ അറിയോ? കണ്ടറിയാം. അപ്പൊ പരാഗരേണുക്കൾ എടുത്ത് അത് എങ്ങനെയാ പരാഗണം ചെയ്യുന്നത്? അല്ല, അത് നമ്മൾ ആൺപൂവിന്റെ പൂ മറ്റേ മുറിച്ചെടുത്തിട്ട് സംഗതി പെൺപൂ കൊണ്ടുപോയി മുടിച്ചു കൊടുത്താൽ. ഈ നിൽക്കുന്ന പെൺപൂവല്ലേ? അതെ അതെ. അപ്പൊ ഇതിന്റെ ഈ ഇവിടെ ആൺപൂ കൊണ്ട് ടച്ച് ചെയ്യണം. മതി. അതിന്റെ പരാഗരേണുക്കൾ അങ്ങോട്ട് ചാടിച്ചാൽ മതി അല്ലേ? അതെ, അപ്പൊ ഇത് മുടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഈ ആണും പെണ്ണും അങ്ങനെ തിരിച്ചറിയുന്നത്? അല്ല, പെൺപൂവിന്റെ അടിയിൽ കായ ഉണ്ടാവും, പിന്നെ ആൺപൂവിന് കായില്ല. ഓ, അപ്പൊ ഈ കാ വളരണമെങ്കിൽ ഇത് പരാഗണം നടക്കണം. ഓ, അതാ സംഭവം. ഇപ്പൊ ആൺചെടി ഇതിൻ്റെ അകത്തുണ്ടല്ലേ? ഉണ്ടുണ്ട്. ഇനിയിപ്പോൾ ആൺപൂക്കളില്ല, പക്ഷേ ഇതൊരു ആൺചെടിയുടെ പൂവാണ്. ഇത് പൂവായി വരും. 2-3 ദിവസം പൂവായി വരും അല്ലേ? അപ്പോൾ അത് പറിച്ചെടുത്ത അത് അവനെ മുറിച്ചെടുക്കുക, അടുത്ത പൂക്കളെ കൊണ്ട് മുട്ടിക്കുക. അപ്പോൾ അതിന്റെ പരാഗരേണുക്കൾ ഇവിടെ ചാടിക്കുക. അതെ. മൂപ്പാകാറായതാണോ? മൂപ്പാകാറായതാ. ഒരാഴ്ച ഞാൻ പഴുക്കും. ഇത് പഴുക്കുമ്പോഴാണ് ഇത് പൂർണ്ണം എടുക്കുന്നതല്ലേ? അതെ അതെ. അപ്പോൾ ഇതിന്റെ അകത്തെ സിറപ്പ് എടുക്കും കണ്ടിച്ച്? അതെ, അതിനകത്ത് വിത്ത് എടുക്കുന്നു, സിറപ്പ് എടുക്കുന്നു. സിറപ്പ് നേരിട്ട് കുടിക്കാവോ? നേരിട്ട് കഴിക്കാം. നേരിട്ട് കഴിക്കാം. അതെ. അപ്പൊ ജോസിയേട്ടൻ ഇല്ലേ ഇത് കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഒരു 2-3 കായ ഞങ്ങൾക്ക് കൂടെ തരണം. ഒന്ന് പരീക്ഷിച്ച് നോക്കാനാ. വല്ല ക്യാൻസറോ വല്ലതും ഉണ്ടെങ്കിൽ പോകട്ടെ. ഗാഗ് അല്ലേ? ഗാഗ്. ഓ, നല്ല ഉഗ്രം പേരാണല്ലോ, അടിപൊളി പേരാ ഗാഗ്. കിലോ 1000 രൂപ വിലയ്ക്ക് ഓർത്തന്നെ പഴം വയ്ക്കുന്നു. അപ്പൊ ഇത് അപൂർവമായിട്ട് ഇത് ഉള്ളൂ സാധനം. ഇത് ഗാഗെന്ന് പറഞ്ഞ ഭയങ്കര ഔഷധമൂല്യമുള്ള ഒരു ചെടിയായി കാണുന്നത്. ഗാഗ പാവലിന്റെ സ്വഭാവം. അപ്പൊ ആദ്യത്തെ ഇത് ഈ കായ ഉണ്ടായി ഒരു 15 ദിവസത്തിനുള്ളിൽ കറി വെച്ചാൽ പാവയ്ക്കാരുടെ ടേസ്റ്റാ. അപ്പൊ അത് മൂത്ത് വിളഞ്ഞ് പഴുത്ത് കഴിഞ്ഞ ഇത് നമ്മൾ പറിച്ച് ഉപയോഗിക്കുന്നെങ്കിൽ ഇതിന്റെ അകത്തെ ഒരു വിത്തുണ്ട്, അതിന്റെ ഇടയ്ക്ക് സിറപ്പുണ്ട്, വിത്തുമുണ്ട്, അതിന്റെ കൂടെ തന്നെ സിറപ്പും ഉണ്ട്. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ഔഷധമാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അല്ല, അടിസ്ഥാനമെന്ന് അല്ല, അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇവർക്ക് കിലോയ്ക്ക് 1000 രൂപയ്ക്ക് കോട്ട് വിൽക്കാൻ പറ്റുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.